ഹായ് വിശ്വാസം അതല്ലേ എല്ലാം. ഇന്നത്തെ വീഡിയോൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വിശ്വാസത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് വിശ്വാസമില്ല. അതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം തെറ്റിക്കുന്നത് പണമാണ്. കാരണം പണത്തിൻ്റെ പേരിലാണ് ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും മക്കളും അതുപോലെ സഹോദരങ്ങളെല്ലാം വഴക്കിട്ട് പിരിയണത് ഈ പണത്തിൻ്റെ പേരിലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർ തമ്മിൽ തെറ്റുന്നതിൻ്റെ മെയിൻ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ പൈസ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പ്രൊജക്റ്റ് വരുന്നത് തിരുവനന്തപുരത്താണ്. ഈ പ്രൊജക്റ്റ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, തൃശ്ശൂർ തോമസേട്ടൻ്റെ സൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നത് തൃശ്ശൂർ തോമസേട്ടൻ്റെ സൈറ്റിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ്. സാധാരണ ഒരു കോള് വരുന്ന പോലെ വന്നൊരു കോളായിരുന്നു കേട്ടോ അത്. സാധാരണ പോലെ ഞാൻ സംസാരിച്ചു. പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഒരുപാട് അസുഖങ്ങളുള്ളൊരു ചേച്ചിയും അതുപോലെ ഒരു മോനുമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും അതിൽ അട്രാക്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ആ മോൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു മോനായിരുന്നു. പിന്നെ അതൊരു ചേച്ചിയായിരുന്നു. അവർ സംസാരിക്കുന്നതും ഒരു ലേഡീനോടായതുകൊണ്ട് അവരുടെ എല്ലാ ലൈഫിലത്തെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ കണക്റ്റായി. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അവർക്കുള്ളത് ഇത്ര പൈസയാണ്, അതൊരു 7 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. അതിന് ഒരു ഒറ്റമുറി വീടാണ് കേട്ടോ അവർ ആഗ്രഹിച്ചത്. ആ സമയത്ത് തന്നെ ഞാനും മനോട്ടനും കൂടിയും ഒരു പാവപ്പെട്ടൊരു ഫാമിലീനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളന്ന് ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിരുന്നു, നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സോ യൂട്യൂബിൽ നിന്ന് വരുമാനമോ ഞങ്ങൾക്ക് ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. എങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു ഫാമിലീനെ സഹായിക്കണം എന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മൈലപ്പുറയിലെ അച്ഛനും അമ്മേനെയും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ആ ചേച്ചിയുടെ ലൈഫ് സ്റ്റോറി എല്ലാം കേട്ടു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു സിങ്കായി. അത് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞതും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ചേച്ചി അത്രയും എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് തന്നു കേട്ടോ. അങ്ങനെ ആ ചേച്ചി എന്നോട് പറഞ്ഞു 1 വർഷത്തിൻ്റെ ഉള്ളിൽ അവർക്കൊരു വീട് തുടങ്ങിയാൽ മതി. കാരണം അവരിപ്പോൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്. അവർക്ക് ആ നിൽക്കുന്ന സ്ഥലത്ത് അവർക്കിപ്പോൾ മോൻ്റെ പഠിത്തത്തിനായിട്ട് ഒരു 1 ഇയറും കൂടി നിൽക്കണം. അവിടുന്ന് കുറച്ച് ദൂരത്താണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇത് വളരെ വില കുറച്ച് കിട്ടിയപ്പോൾ അവരുടെ ആദ്യം ഉള്ള പൈസ കൊണ്ട് മേടിച്ചതായിരുന്നു. പിന്നെ 1 കൊല്ലത്തിനുള്ളിൽ നമ്മൾക്ക് എപ്പോഴാണോ ഫ്രീ, അല്ലാതെ അവർക്കറിയാം ഇത് ഞങ്ങളൊരു സഹായം കൂടി ആയിട്ടാണ് ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങളുടെയും കൂടി കൺവീനിയൻസ് അനുസരിച്ച് ഒരു സമയത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു ബുക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ വർക്ക് ഏറ്റെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ വളരെ മിനിമലായിട്ട് ഒരു ഒറ്റമുറി വീടാണ് അവർ ആഗ്രഹിച്ചത്. അതേപോലെ പൈസ തന്നിട്ടും ഏകദേശം ഒരു 8 മാസത്തിൻ്റെ മുകളിലായി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് വിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. കാരണം നേരിൽ കാണാതെ, അത് 1 ലാഖും കൂടിയല്ല, ഒരു 7 ലാഖ് റുപ്പീസ് നേരിൽ കാണാതെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്ന്. പിന്നെ ഞങ്ങളുടെ സമയത്തിന് ഞങ്ങൾ വേറെ ഒരു സൈറ്റിൽ, ഞങ്ങൾ ട്രിവാൻഡ്രം സൈറ്റിൽ പോയപ്പോൾ ചേച്ചീനെ കണ്ട്, എന്നിട്ടാണ് ഞങ്ങൾ ചേച്ചീനെ നേരിട്ട് കാണുന്നത്, ഈ സ്ഥലം കാണുന്നത്. അതിൻ്റെ മുന്നേ എത്രയോ മുന്നേ അവർ ഞങ്ങൾക്ക് പൈസ തന്നു. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ. ആ സമയത്ത് ചേച്ചിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ ചേച്ചി പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പറയും, മോളെ പക്ഷേ എനിക്ക് വീടിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും ഇല്ല, നിങ്ങളത് ഭംഗിയായിട്ട് ചെയ്തു തരുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് ജീവിക്കാൻ തന്നെ ഒരു പ്രേരണയാണ് ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അവർ ഒറ്റമുറി ആഗ്രഹിച്ചതാണെങ്കിലും ആ അമ്മയ്ക്കും മോനും ഞങ്ങളൊരു 2 മുറിയുള്ള വീട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരു 570 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവർ ലാൻഡ് മാത്രമാണ് തന്നത്, അതേപോലെ വെള്ളവും കറണ്ടും മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബാക്കി നമ്മൾ ഈ പൈസയ്ക്ക് അവരെ കയറി താമസിപ്പിക്കണം കേട്ടോ. ഫ്രം ദ ബേസ്മെൻ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തന്നില്ലേ. ഇനി ബാക്കി വർക്ക് സംബന്ധമായ കാര്യങ്ങളായതുകൊണ്ട് ഇനി കുറച്ച് നേരം ഞാൻ സംസാരിക്കാം. അമ്മ മുന്നേ പറഞ്ഞ പോലെ ഇതേപോലെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അന്നിങ്ങനെ ഒരു കുടുംബത്തിനെങ്കിലും നമുക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി മൈലപ്പുറയിൽ നമ്മളൊരു വീട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, സൈറ്റിൽ വന്ന് കണ്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ റേറ്റ് പറയുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാണുന്നുണ്ടല്ലോ,
ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ബാക്ക് സൈഡ്, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ്, ഒറ്റ ബാത്റൂമേ ഉള്ളൂ കേട്ടോ. ആ ബാത്റൂമിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഹോളായിട്ട് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ ബാക്കിലെ ഹൈറ്റ് വന്നത് 6 അടിയാണ്. അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞത് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾക്കിത് എങ്ങനെയും കാട്ടിക്കൂട്ടി ഒരു വീടാക്കി പോവാന്നുള്ളതല്ല നമ്മളെ ഉദ്ദേശം. കാരണം ഇതിങ്ങനെ വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പ്ലോട്ട് കാണുന്നില്ലേ, ഇതിങ്ങനെ ചെരിഞ്ഞ് കിടക്കുക. അതായത് റോഡ് ഹൈറ്റിൽ നിന്ന് ഇപ്പം ഞാൻ ഈ ബേസ്മെൻറ്റ് വെച്ചിരിക്കുന്നത് ഒരടിയും കൂടി ഉയർത്തിയിട്ടാണ്. കാരണം അതിൻ്റെ ഫ്രണ്ടിലെ റോഡ് കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ അല്ല. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വീടാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എങ്ങനെയും തട്ടിക്കൂട്ടിയിട്ട് ഒരു വീടാക്കി കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. കാരണം ആ റോഡ് ടാറിങ്ങും എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരിക്കലും റോട്ടിൽ വെള്ളം വരുന്ന സമയത്ത് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഒരിക്കലും വെള്ളം വരാൻ പാടില്ല. ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അമ്മ പറഞ്ഞ പോലെ ഇതിന് ഇത്ര എമൗണ്ട് കിട്ടിയതാണ്, അതിൻ്റെ ഉള്ളിൽ ഈ വീട് തീർത്ത് കൊടുക്കണം, എല്ലാം നമുക്കുണ്ട്. ഇതാണ് പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പൈസ എല്ലാം നമ്മളെ മാനദണ്ഡം. അപ്പോൾ എനിക്കൊരു ഇതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യണൊരു വർക്ക് അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഇത്രയും ഹൈറ്റ് പൊക്കമുള്ള കാരണം ഭാവിയിൽ ഒരാൾ ഈ വീട് ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് കാണുന്ന സമയത്ത് ഇതൊരു കുണ്ടിലായി എന്നുള്ളത് ഒരിക്കലും തോന്നാൻ പാടില്ല. അത് മാത്രമല്ല, നമുക്ക് ആ റോട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് അങ്ങനത്തെ ഒരു വെള്ളമോ കാര്യങ്ങളോ തൊട്ട് വരാനും പാടില്ല. വേറെ ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ടോട്ടലായിട്ടൊരു എമൗണ്ട് കിട്ടി, അതിൽ ഇത് നമുക്കൊരു വീട് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ആദ്യം പൈസ കിട്ടി, അവർ ഇനി വേറെ പൈസ അവരുടെ അടുത്ത് തരാനില്ല എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്രയും ഹൈറ്റ് ചെയ്തിട്ട് ഈ തറയ്ക്ക് ഇത്രയും എക്സ്പെൻസ് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളത് ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് ആദ്യം അമ്മ ഈ വിശ്വാസത്തിൻ്റെ ഇതിൻ്റെ കാര്യം കൂടുതലായിട്ട് എടുത്ത് പറയാനുള്ള കാരണം. നിങ്ങളെ പരിചയത്തിൽ നിങ്ങൾ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതേപോലത്തെ റോഡ് ലെവലിൽ നിന്ന് 1-2 അടി താഴ്ന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുണ്ടിൽ വീടും മഴ പെയ്യണ സമയത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആൾക്കാർ. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിന് കെട്ടുന്ന ബേസ്മെൻറ്റിൻ്റെ ഒരു രീതിയാണ്. ഇന്നത്തെ നാട്ടിൽ രീതി അനുസരിച്ചിട്ട് ബേസ്മെൻറ്റ് ഹൈറ്റിൽ ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്പെൻസാണ്. ഇങ്ങനെ ഒരുപാട് ഹൈറ്റ്, അതായത് മാക്സിമം ഒരു 6 ഫീറ്റ് വരെയൊക്കെ ഹൈറ്റ് വരുന്ന ബേസ്മെൻറ്റ് കോളം ഫൂട്ടിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലിന്ത് ചെയ്യണേക്കാളും കൂടുതൽ സ്ട്രെങ്ത് ആയിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ വീടിന് ബേസ്മെൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വീടിന് 6 ഫീറ്റാണ് ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത്. കോളം ഫൂട്ടിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് കോളം ഫൂട്ടിങ് കൊണ്ടും ഏറ്റവും മുകളിലൊരു 1.5 ഫീറ്റാണ് നമ്മൾ പ്ലിന്തായിട്ട് കൊടുക്കുക. ബാക്കി വരുന്ന ഫുൾ ഏരിയയും നമ്മൾ സാധാരണ മണ്ണിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യാറ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ആ മണ്ണ് ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10-15 കൊല്ലം ആ ഒരു സ്ഥലത്തായി കഴിഞ്ഞാൽ മാത്രമേ ആ മണ്ണ് ഉറയ്ക്കുള്ളൂ. ഈ ഒരു ബേസ്മെൻറ്റ് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ 6 ഫീറ്റിൽ ഫുള്ളായിട്ട് ചുറ്റോറും ഇതേ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യണം, പുറത്തും അതേപോലെ പ്ലോട്ടിനനുസരിച്ചിട്ട് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാണ്. നമ്മളെല്ലാം വർക്കും കഴിഞ്ഞ ശേഷം നമ്മളെ ബേസ്മെൻറ്റ് പുറത്ത് കാണുന്നത് വെറും 1.5 ഫീറ്റ് മാത്രമാണ്. നമ്മൾ ഈ വീടിൻ്റെ ഔട്ട്സൈഡ് വാളുകൾ കംപ്ലീറ്റ് 5 ഇഞ്ചിലും ഇൻസൈഡത്തെ വാൾ നമ്മൾ 4 ഇഞ്ചസിലുമാണ് ഈ ഒരു കാണുന്ന ബേസ്മെൻറ്റിന് നമ്മൾ തിക്നെസ് കൊടുത്തിരിക്കുന്നത്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ 6 ഫീറ്റ് നമ്മൾ ബേസ്മെൻറ്റ് ഇട്ട അതേ കമ്പിയുടെ അതേ ലെയർ തന്നെയാണ് ഈ ഫുള്ള് 10 അടി ഭിത്തിയിലേക്കും അടിയിൽ നിന്ന് വരുന്ന അതേ കമ്പികൾ തന്നെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. 10 അടിയുള്ള വീടിന് നമ്മൾ ഫുള്ളി കോൺക്രീറ്റ് ചെയ്യണത് 16 അടിയാണ്. 11.5 അടി മുകളിലും 4.5 അടി ഫുള്ളി, അതായത് ഉള്ളിലത്തെ ചുമരും എല്ലാം ഭൂമിയുടെ ഉറച്ച മണ്ണിൽ വന്നതാണ്. അതായത് 4.5 അടി ഭൂമിയുടെ അടിയിലാണ് ഈ പ്ലിന്ത് പോലെ തന്നെ ഫുൾ കോൺക്രീറ്റ് ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്ത് ഈ ഒരു രീതിയിൽ വീടുകൾക്ക് ബേസ്മെൻറ്റ് ചെയ്യും. നമ്മൾ വലിയ ബിൽഡിങ്ങൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് കോളം ഫൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. കാരണം അത് 4, 5, 10 നിലകളൊക്കെ ആയിട്ട് ഉയർത്തുന്നതാണ്. നമ്മളെ നാട്ടിലൊരാൾ വീട് വെക്കണത് മാക്സിമം 1, 2 അതിലും കൂടി പോയി കഴിഞ്ഞാൽ 3 നില, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇപ്പം ആ വീട് ഏകദേശം ചുമര് ലിൻഡൽ ഹൈറ്റ് വരെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് റൂമിൻ്റെ ചുമരുകൾ മാത്രമായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ചെയ്ത സമയത്ത് സാധാരണ ചെയ്യണത്തിൽ തന്നെ JCBയിൽ നമ്മൾ അസ്ഥിവാരം കയറി അതിൻ്റെ അടിയിൽ 10 സെൻറ്റിമീറ്ററിൽ PCC ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു 6 അടി ഹൈറ്റിൽ നമ്മളിതിൻ്റെ പ്ലിന്ത് തന്നെ വേണമെങ്കിൽ പറയാം. ടോട്ടൽ ഒറ്റ ലെവലായിട്ട് 6 അടി ഹൈറ്റിൽ നമ്മളിതിൻ്റെ തറഭാഗമായിട്ട് ഉയർത്തിയത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചെരിഞ്ഞ് കിടക്കുന്ന ഭൂമി റോഡ് ഇത്രയും ഹൈറ്റിലാണ്. അപ്പോൾ ഉറച്ച സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ ഒരു വീട് പൊക്കി ഈ ഒരു ഹൈറ്റിലാക്കി കൊടുത്തിരിക്കുന്നത്. അത്രയും ഉറപ്പ് ഏത് രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞങ്ങളൊരു റേറ്റ് പ്രകാരം 570 സ്ക്വയർ ഫീറ്റ് വീട് വിത്തൗട്ട് ബേസ്മെൻറ്റ് സ്ട്രക്ചർ ചെയ്യാനായിട്ട് 8 ലക്ഷം രൂപയോളം വരും കേട്ടോ. അതുകൊണ്ടാണ് അമ്മ ഫസ്റ്റ് ആ വിശ്വാസത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാണുന്ന വീട്ടിൽ ആ ഒരു ചേച്ചീനെയും മോനെയും
ഫുള്ള് വർക്കും കഴിഞ്ഞ് അവരിതിൽ കയറി താമസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാസ്ക്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇനിയും വീഡിയോസിലായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ അമ്മയും മോനെയും നമ്മൾ ഈ ഒരു വീട്ടിൽ അവരെ കയറി താമസിക്കുന്ന സമയത്ത് നമ്മളത് റിവീൽ ചെയ്യാം. ആദ്യം മനുഷ്യനെ വിശ്വസിക്കട്ടെ, എന്നിട്ട് നമ്മൾക്ക് കാണാത്ത ദൈവങ്ങളെയൊക്കെ വിശ്വസിക്കാം. ഭൂമിയിൽ ആരൊക്കെ നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അത് തിരിച്ച് ആ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തിന് നമുക്കതിനുള്ള സന്തോഷങ്ങൾ തിരിച്ച് കിട്ടും. ഞങ്ങൾക്കിപ്പോൾ അടുത്ത് കിട്ടാൻ പോണ ഒരു സന്തോഷമാണ്. ഇതാണ് നമ്മൾ മൈലപ്ര ചെയ്ത് കൊടുക്കുന്ന ഒരു വീട്. അടുത്ത മാസം ഈ ഒരു വീട്ടിൽ അച്ഛനും അമ്മേനെയും കയറി താമസിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം. അതിനു വേണ്ടി ഞാനും അമ്മും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള വീടുകളൊക്കെ നമുക്ക് തീർത്തു കൊടുക്കണം. ഈ ഒരു മാസം ലേബേഴ്സിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ശരിയാവും.